പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. ബ്ലഡ് കളക്ഷൻ എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ക്ലിനിക്കൽ ലാബുകളിൽ ഒരു ചോയ്സ് മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ഒന്നൊന്നര നൂറ്റാണ്ടായി സിറിഞ്ചസ് ഉപയോഗിച്ചിട്ട് ബ്ലഡ് എടുക്കുക, സിറിഞ്ച് എന്ന് പറയുന്ന ആ ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ആ പ്രൊസീജിയർ നിർവഹിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മെഡിക്കൽ ലാബുകളിൽ സിറിഞ്ചസിന് പകരമായി അതിനേക്കാൾ കൂടുതൽ പെർഫെക്റ്റായി ആക്യുറേറ്റായി എററുകളില്ലാതെ ബ്ലഡ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നു. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ലാബുകളിൽ വരെ സിറിഞ്ചസിന് പകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ സംവിധാനത്തെക്കുറിച്ച് ETS ഇവാക്യുവേറ്റഡ് ട്യൂബ് സിസ്റ്റത്തെക്കുറിച്ചുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവാക്യുവേറ്റഡ് ട്യൂബ് സിസ്റ്റം, ഇവാക്യുവേറ്റഡ് ബ്ലഡ് കളക്ഷൻ സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ നോക്കൂ, ഈ ചിത്രത്തിൽ സിറിഞ്ചസിൽ നിന്ന് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്കിതിന് കാണാൻ കഴിയുക. നമുക്കൊരു പേഷ്യൻറ്റിൽ നിന്ന് എത്ര ബ്ലഡ് വേണമെങ്കിലും, ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ ഡിവൈസിന് പ്രധാനമായിട്ടും 3 പാർട്സ് ആണുള്ളത്. നമ്മുടെ സാധാരണ സിറിഞ്ചസിൻ്റെ നീഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിന് ഒരു എൻഡാണുള്ളത്. അതേസമയം ഇവാക്യുവേറ്റഡ് ട്യൂബ് സിസ്റ്റത്തിൻ്റെ നീഡിൽ 2 എൻഡുകളുള്ളതാണ്. ഇതിന് ഒരു എൻഡ്, പുറത്തേക്കുള്ള എൻഡ് സാധാരണ നമ്മൾ മറ്റു സിറിഞ്ചിൽ ഉപയോഗിക്കുന്നത് പോലെ 21, 22, 23 ഗേജിലുള്ള നീഡിലിൻ്റെ അതേ എൻഡാണുള്ളത്. എന്നാൽ മറ്റേ വശം ഒരു ഹോൾഡറിനുള്ളിലേക്കാണ് നമുക്ക് കാണാൻ കഴിയുക. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കൃത്യമായിട്ടത് കാണാം. ഹോൾഡറിനുള്ളിലേക്കുള്ള നീഡിലിൻ്റെ ഭാഗം ഒരു റബ്ബർ ട്യൂബ് കൊണ്ട് അനാവരണം ചെയ്തിരിക്കും. ഹോൾഡർ അല്ലെങ്കിൽ അഡാപ്റ്റർ എന്നൊക്കെ നമുക്കതിനെ പറയാൻ കഴിയും. ഈ അഡാപ്റ്ററിനും പ്രത്യേകതയുണ്ട്. അത് റീയൂസബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഒരു തവണ യൂസ് ചെയ്യുന്ന ടൈപ്പ് അഡാപ്റ്ററുകളും ലഭ്യമാണ്. ഈ പുറത്തേക്കുള്ള നീഡിലിൻ്റെ ഭാഗം ഉപയോഗിച്ച് പേഷ്യൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കും. ഹോൾഡറിനുള്ളിലുള്ള ഭാഗം വാക്യുവേറ്റഡ് ട്യൂബുമായിട്ട് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൊസിഷനാണത്. അങ്ങനെ ഒരു ഡബിൾ എൻഡഡ് ആയിട്ടുള്ള ഒരു നീഡിൽ സിസ്റ്റം, അതിനെ തുടർന്ന് ഒരു ഹോൾഡർ അല്ലെങ്കിൽ ഒരു അഡാപ്റ്റർ, ആ അഡാപ്റ്ററിലേക്ക് ഘടിപ്പിക്കുന്ന വാക്വട്ടൈനർ അല്ലെങ്കിൽ ഇവാക്യുവേറ്റഡ് ട്യൂബാണ് ഇതിൻ്റെ 3ാമത്തെ പാർട്ട്. ഒരു 6-7 ടൈപ്പ് ETS സിസ്റ്റം ഇന്ന് അവൈലബിൾ ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാൻഡേർഡ് ടൈപ്പാണ്. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതുകൂടാതെ പീഡിയാട്രിക് ETS സിസ്റ്റം എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പ് കൂടെ ഉണ്ട്. 3ാമത്തത് ബട്ടർഫ്ലൈ മോഡൽ അല്ലെങ്കിൽ വിങ്ഡ് ഇൻഫ്യൂഷൻ സെറ്റ് എന്ന് പറയും. ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള സ്പെഷ്യൽ ഇവാക്യുവേറ്റഡ് സിസ്റ്റം മോഡലും ഇന്ന് ലഭ്യമാണ്. സ്പെഷ്യൽ ഇവാക്യുവേറ്റഡ് സിസ്റ്റത്തിൽ നമുക്ക് നീഡിൽ ബ്ലഡ് കളക്ഷന് ശേഷം തിരിച്ചെടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഒരു സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നീഡിലിനെ വളരെ സേഫായിട്ട് ഹോൾഡ് ചെയ്യാൻ കഴിയും. ഒരു സേഫ്റ്റി ഗ്ലൈഡ് നീഡിലിനോടൊപ്പം നമുക്ക് കാണപ്പെടുന്നുണ്ട്. സേഫ്റ്റി ഗ്ലൈഡ് ഇല്ലാത്ത ETS സിസ്റ്റത്തിന് ഒരു നീഡിൽ ഹോൾഡർ കാണപ്പെടുന്നുണ്ട്. ഈ ഹോൾഡറിൻ്റെ മുകളിൽ ഒരു വാനിഷ് പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാക്വട്ടൈനർ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനൊക്കെ സാധിക്കും. ETS സിസ്റ്റം അതല്ലെങ്കിൽ ഇവാക്യുവേറ്റഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് മൾട്ടി സാമ്പിൾ കളക്ഷനാണ്. നമുക്കൊരു പേഷ്യൻറ്റിൻ്റെ 10-20 ml ബ്ലഡ് കളക്ട് ചെയ്യണമെങ്കിൽ ഇന്ന് കുറച്ച് പ്രയാസമാണ്. സിറിഞ്ചസിലെടുത്ത് ട്യൂബുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പൊതുവേ ചെയ്യുന്നത്. പകരം നമ്മൾക്ക് എത്ര ഇവാക്യുവേറ്റഡ് ട്യൂബിലും ഈസി ആയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യാൻ മൾട്ടി സാമ്പിൾ കളക്ഷന് സഹായിക്കുന്നു എന്നുള്ളതാണ് 1ാമത്തെ പ്രത്യേകത. പരമാവധി ഹിമോലൈസ്ഡ് ആവാതെ ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് 2ാമത്തെ പ്രത്യേകത. സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ലഭിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർഡർ ഓഫ് ഡ്രോ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ സിസ്റ്റം തന്നെ ടോട്ടലി അസംബിൾഡ് ആയിട്ടുള്ള മോഡലിലും ലഭിക്കുന്നുണ്ട്, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള മോഡലിലും ലഭിക്കുന്നുണ്ട്. ഈ സിസ്റ്റം ഈ അഡ്വാൻസ്ഡ് ലബോറട്ടറി ടെക്നോളജിയുടെ കാലത്ത് എല്ലാ ലാബുകളും ഉപയോഗപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ഡ്രോബാക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് ഉപയോഗിച്ച് എങ്ങനെ ബ്ലഡ് എടുക്കുമെന്നുള്ള ഒരു സംശയം ഉണ്ടാവാം. വളരെ സിമ്പിളാണ്. ആദ്യം ഈ ഹോൾഡറിനോടൊപ്പം ഈ നീഡിൽ നമ്മൾ ഘടിപ്പിക്കണം. നമുക്കൊരു സിറിഞ്ച് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. സിറിഞ്ചസിൻ്റെ മുകളിൽ ഗ്ലൈഡ് ഉണ്ടെങ്കിൽ ആ ഗ്ലൈഡ് ഉയർത്തി ഇതിന് ശേഷം നമ്മൾ പേഷ്യൻറ്റിൻ്റെ വെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്ത് ബ്ലഡ് വന്നു എന്ന് ഉറപ്പായതിനു ശേഷം ഹോൾഡറിലുള്ള നീഡിലിൻ്റെ പാർട്ടിലേക്ക്
നമ്മൾ ഓരോ ട്യൂബും ഓർഡർ ഓഫ് ഡ്രോ പ്രകാരം ഹോൾഡ് ചെയ്യുന്നു. ആവശ്യത്തിന് ബ്ലഡ് ആയി കഴിഞ്ഞാൽ സിറിഞ്ചസ് പിൻവലിക്കുന്നത് പോലെ നമുക്ക് പിൻവലിക്കാൻ കഴിയും. ഇനി മറ്റു സ്പെഷ്യലായിട്ടുള്ള ഇവാക്യുവേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ നീഡിൽ കഴിഞ്ഞതിന് ശേഷമുള്ള ഹബിൻ്റെ മുകളിൽ ഒരു സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നീഡിൽ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ സിറിഞ്ചിനേക്കാൾ വളരെ വേഗത്തിൽ പ്രൊസീജിയർ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു ഡിവൈസ് കൂടിയാണ് ഇവാക്യുവേറ്റഡ് ട്യൂബ് സിസ്റ്റം. നന്ദി, നമസ്കാരം.